ഹായ് ഫ്രണ്ട്സ്, അക്കാഡമിയ PSCയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ LP UP എക്സാമിന് വേണ്ടിയിട്ടുള്ള വിദ്യാഭ്യാസ പ്രോജക്റ്റുകളാണ് നോക്കുന്നത്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് നമ്മൾ വീഡിയോസ് ഇടുന്നുണ്ട്. അപ്പോൾ നമ്മുടെ LP UP നമ്മുടെ മുൻവർഷ ചോദ്യങ്ങൾ അനലൈസ് ചെയ്തതിന് ശേഷം ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ ചോദിച്ചിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട ഏരിയയിൽ നിന്നുള്ള ടോപ്പിക്കുകളാണ് നമ്മൾ വീഡിയോസ് ആയിട്ട് ഇടുന്നത്. ഇനി ഇതുപോലുള്ള വീഡിയോസ് നമ്മൾ മാക്സിമം ഇടുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ ഇതുവരെയുള്ള എല്ലാ സപ്പോർട്ടിനും എല്ലാവർക്കും നന്ദി. അപ്പോൾ ഇതുപോലുള്ള ക്ലാസ്സുകൾ ഇനിയും കിട്ടുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതൊന്ന് ശ്രദ്ധിക്കണേ. അതുപോലെ നിങ്ങളുടെ സജഷൻസും കാര്യങ്ങളൊക്കെ ഒന്ന് അറിയിച്ചിരുന്നെങ്കിൽ നന്നായിരുന്നു. അപ്പോൾ നമുക്ക് വിദ്യാഭ്യാസ പ്രോജക്റ്റുകളിലേക്ക് പോകാം. പ്രാഥമിക വിദ്യാലയങ്ങളിലെ അധ്യയന നിലവാരവും അടിസ്ഥാന സൗകര്യങ്ങളും മെച്ചപ്പെടുത്താൻ വേണ്ടി ദേശീയ വിദ്യാഭ്യാസ നയം ആവിഷ്കരിച്ച പദ്ധതിയാണ് ഓപ്പറേഷൻ ബ്ലാക്ക് ബോർഡ്. അപ്പോൾ പ്രാഥമിക വിദ്യാലയങ്ങളിലെ അധ്യയന നിലവാരം അതുപോലെ അടിസ്ഥാന സൗകര്യങ്ങൾ ഇതൊക്കെ മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് ദേശീയ വിദ്യാഭ്യാസ നയപ്രകാരം ആവിഷ്കരിച്ച പദ്ധതിയാണ് ഓപ്പറേഷൻ ബ്ലാക്ക് ബോർഡ്. അപ്പോൾ ഓപ്പറേഷൻ ബ്ലാക്ക് ബോർഡ് PSC ചോദിക്കാറുള്ളതാണ്. അതിൻ്റെ വർഷം ഓർത്തിരിക്കണം. 1987 ഓപ്പറേഷൻ ബ്ലാക്ക് ബോർഡ് നിലവിൽ വന്നത്. അപ്പോൾ ഓപ്പറേഷൻ ബ്ലാക്ക് ബോർഡ് നിലവിൽ വന്ന സമയത്തെ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധി ആയിരുന്നു. ഓപ്പറേഷൻ ബ്ലാക്ക് ബോർഡ് നിലവിൽ വന്ന വർഷം 1987. അപ്പോൾ പ്രാഥമിക വിദ്യാലയങ്ങളിലാണ് ഇതിൻ്റെ പ്രയോജനം ലഭിക്കുന്നത്. അവിടുത്തെ അധ്യയന നിലവാരം ഉയർത്താനും അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനും വേണ്ടിയിട്ടുള്ള ഒരു പദ്ധതിയായിരുന്നു 1987 നിലവിൽ വന്ന ഓപ്പറേഷൻ ബ്ലാക്ക് ബോർഡ്. നിലവിൽ വന്ന സമയത്ത് പ്രധാനമന്ത്രിയായിരുന്നത് രാജീവ് ഗാന്ധി ആയിരുന്നു. കേരളത്തിലെ പ്രൈമറി സ്കൂളുകളിലെ കുട്ടികളുടെ മലയാള ഭാഷാ പരിജ്ഞാനം മെച്ചപ്പെടുത്തുന്നതിനായുള്ള സമഗ്ര ശിക്ഷാ അഭിയാൻ പദ്ധതിയാണ് മലയാള തിളക്കം. ഇതിൻ്റെ പ്രയോജനം പ്രൈമറി സ്കൂളുകളിലെ കുട്ടികൾക്കാണ്. അവിടുത്തെ കുട്ടികളുടെ മലയാള ഭാഷയിലുള്ള പരിജ്ഞാനം മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള പദ്ധതിയാണ് മലയാള തിളക്കം. കേരളത്തിലെ പ്രൈമറി സ്കൂളുകളിലെ കുട്ടികളുടെ മലയാള ഭാഷാ പരിജ്ഞാനം മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള സമഗ്ര ശിക്ഷാ അഭിയാൻ്റെ പദ്ധതി മലയാള തിളക്കം ഓർത്തിരിക്കുക. ഇനി വിദ്യാലയം ഒരു പഠനോപകരണമാക്കി മാറ്റുന്നതിൻ്റെ ഭാഗമായി മുന്നോട്ട് വെച്ച പദ്ധതിയാണ് ബാലയുടെ പൂർണ്ണരൂപം ഓർത്തിരിക്കണം. ബിൽഡിംഗ് ആസ് ലേണിംഗ് എയ്ഡ് ആണ് ബാല. ബിൽഡിംഗ് ആസ് ലേണിംഗ് എയ്ഡ് നമ്മൾ കണ്ടിട്ടുണ്ടായിരിക്കാം. സ്കൂളുകളുടെയൊക്കെ ക്ലാസ് മുറികളുടെ ചുവരുകളിലും കോറിഡോറുകളും ഒക്കെ അക്ഷരങ്ങളും അതുപോലുള്ള കാൽക്കുലേഷൻസും കുട്ടികൾക്ക് പഠിക്കാൻ ആവശ്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ പെയിൻറ്റ് ചെയ്യുകയും അതുപോലുള്ള പഠന സാമഗ്രികളൊക്കെ ഈ ഒരു ബിൽഡിങ്ങിൻ്റെ ഭാഗമായിട്ട് ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അതാണ് ബാല. അത് ബാല പദ്ധതിയുടെ ഭാഗമാണ്. വിദ്യാലയം ഒരു പഠനോപകരണമാക്കി മാറ്റുന്നതിൻ്റെ ഭാഗമായി മുന്നോട്ട് വെച്ച ആശയമാണ് ബാല. ബിൽഡിംഗ് ആസ് ലേണിംഗ് എയ്ഡ്. ഇനി മലയാളം അറിയാത്ത അഭ്യസ്ത വിദ്യരെ മലയാളം പഠിപ്പിക്കുന്നതിനായിട്ടുള്ള കേരള സാക്ഷരതാ മിഷൻ്റെ പുതിയ സംരംഭമാണ് പച്ച മലയാളം. മലയാളം അറിയാത്ത അഭ്യസ്ത വിദ്യരെ മലയാളം പഠിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കേരള സാക്ഷരതാ മിഷൻ്റെ പുതിയ സംരംഭമാണ് പച്ച മലയാളം. നമ്മുടെ LP UP എക്സാമിനൊക്കെ മലയാളം പഠിച്ചിട്ടില്ലാത്തവർക്ക് പച്ച മലയാളം കോഴ്സുകളൊക്കെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതിനെക്കുറിച്ചൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ. അപ്പോൾ മലയാളം അറിയാത്ത അഭ്യസ്ത വിദ്യരെ മലയാളം പഠിപ്പിക്കുന്നതിനായിട്ടുള്ള കേരള സാക്ഷരതാ മിഷൻ്റെ പുതിയ സംരംഭമാണ് പച്ച മലയാളം. ഇനി വിദ്യാർത്ഥികളിൽ അക്കാദമിക് മികവിനോടൊപ്പം സാമൂഹിക ബോധം വളർത്തുന്നതിനായി കേരള സംസ്ഥാന വിദ്യാഭ്യാസ വകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ് സഹിതം പദ്ധതി. വിദ്യാർത്ഥികളിൽ അക്കാദമിക് മികവിനോടൊപ്പം സാമൂഹിക ബോധം വളർത്തുന്നതിനായി കേരള സംസ്ഥാന വിദ്യാഭ്യാസ വകുപ്പിൻ്റെ പദ്ധതിയാണ് സഹിതം പദ്ധതി. അക്കാദമിക് മികവും അതുപോലെ സാമൂഹിക ബോധവും വളർത്തുന്നതിന് വേണ്ടിയിട്ടുള്ളതാണ് സഹിതം പദ്ധതി. കേരളത്തെ സമ്പൂർണ്ണ സാക്ഷരതാ സംസ്ഥാനമാക്കുവാൻ വേണ്ടി സാക്ഷരതാ മിഷൻ ആരംഭിച്ച പദ്ധതിയായിരുന്നു അക്ഷരലക്ഷ്യം പദ്ധതി. നമ്മൾ ന്യൂസ് പേപ്പറിലൊക്കെ കേട്ടിട്ടുള്ളതാണ്. കേരളത്തെ സമ്പൂർണ്ണ സാക്ഷരതാ സംസ്ഥാനമാക്കുവാൻ വേണ്ടി സംസ്ഥാന സാക്ഷരതാ മിഷൻ ആരംഭിച്ച പദ്ധതിയായിരുന്നു അക്ഷരലക്ഷ്യം പദ്ധതി. ഇനി സ്കൂളിൽ പോകാതെ വീട്ടിലിരിക്കേണ്ടി വരുന്ന കുട്ടികളുടെ മാനസിക പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പോലീസ് വകുപ്പ് ഏർപ്പെടുത്തിയ ഹെൽപ്പ് ലൈനാണ് ചിരി. സ്കൂളിൽ പോകാതെ പല കാരണങ്ങൾ കൊണ്ടും ആരോഗ്യ പ്രശ്നങ്ങൾ കൊണ്ടുമൊക്കെ വീട്ടിലിരിക്കേണ്ടി വരുന്ന കുട്ടികളുടെ മാനസിക പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പോലീസ് വകുപ്പ് ഏർപ്പെടുത്തിയ പദ്ധതിയാണ് ഹെൽപ്പ് ലൈനാണ് ചിരി എന്ന് പറയുന്നത്. പോലീസ് വകുപ്പിൻ്റെ പദ്ധതിയാണ് ചിരി. ഇനി പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിൻ്റെ ഭാഗമായി പരിസ്ഥിതി സംരക്ഷണ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ പൊതുവിദ്യാഭ്യാസ വകുപ്പ് നടപ്പിലാക്കിയ പദ്ധതിയാണ് ജൈവ വൈവിധ്യ ഉദ്യാനം. എല്ലാ പൊതുവിദ്യാലയങ്ങളിലും നമുക്ക് ഈ ജൈവ വൈവിധ്യ ഉദ്യാനം നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിൻ്റെ ഭാഗമായി പരിസ്ഥിതി സംരക്ഷണ പ്രവർത്തനങ്ങളുമായിട്ട് ബന്ധപ്പെട്ടാണ് ഈ ജൈവ വൈവിധ്യ ഉദ്യാനം പദ്ധതി നടപ്പിലാക്കിയത്. കുട്ടികൾക്ക് അഭിരുചിയുള്ള മേഖലകൾ കണ്ടെത്തി സ്കൂൾ പഠനകാലത്ത് തന്നെ പരിശീലനവും പ്രോത്സാഹനവും നൽകുന്ന സംരംഭമാണ് ടാലൻറ്റ് ലാബുകൾ. ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. കുട്ടികൾക്ക് അഭിരുചിയുള്ള മേഖലകൾ അവരുടെ സ്കൂൾ പഠനകാലത്ത് തന്നെ അധ്യാപകർ കണ്ടെത്തി അതിന് പരിശീലനവും പ്രോത്സാഹനവും നൽകുന്ന സംരംഭമാണ് ടാലൻറ്റ് ലാബുകൾ.
ഇനി ഇതര സംസ്ഥാന തൊഴിലാളികളുടെ കുട്ടികളുടെ പഠന നിലവാരം മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടി എറണാകുളം ജില്ലാ ഭരണകൂടം ആരംഭിച്ച പദ്ധതിയാണ് റോഷ്നി. അപ്പോൾ എറണാകുളം ജില്ലാ ഭരണകൂടത്തിൻ്റെ പദ്ധതിയാണ് റോഷ്നി. ഇതര സംസ്ഥാന തൊഴിലാളികളുടെ കുട്ടികളുടെ പഠന നിലവാരം ഉയർത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു റോഷ്നി പദ്ധതി എറണാകുളം ജില്ലാ ഭരണകൂടം കൊണ്ടുവന്നത്. ഇതുമായിട്ട് ബന്ധപ്പെട്ട മലയാള ഭാഷാ പരിജ്ഞാന രേഖയാണ് സമീക്ഷ. ഈ റോഷ്നി പദ്ധതിയുമായിട്ട് ബന്ധപ്പെട്ട മലയാള ഭാഷാ പരിജ്ഞാന രേഖയുടെ പേരാണ് സമീക്ഷ. പട്ടികജാതി വിഭാഗങ്ങളിലെ നിരക്ഷരത ഇല്ലാതാക്കുക, തുടർ പഠനം ഒരുക്കുക തുടങ്ങിയ ലക്ഷ്യങ്ങളോടെ സംസ്ഥാന സാക്ഷരതാ മിഷൻ ആവിഷ്കരിച്ച പദ്ധതിയാണ് നവചേതന. അപ്പോൾ പട്ടികജാതി വിഭാഗങ്ങൾക്കാണ് ഇതിൻ്റെ പ്രയോജനം ലഭിക്കുക. നിരക്ഷരത ഇല്ലാതാക്കുക, അവരുടെ തുടർ പഠനം ഒരുക്കുക എന്നീ ലക്ഷ്യങ്ങളോടുകൂടി സാക്ഷരതാ മിഷൻ ആരംഭിച്ച പദ്ധതിയാണ് നവചേതന. ഇനി 1 മുതൽ 8 വരെ ക്ലാസ്സുകളിലെ പഠന സൗകര്യങ്ങളും പഠന നിലവാരവും ഉയർത്തുന്നതിന് വേണ്ടി ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും 2002 മുതൽ 2017 വരെ നടപ്പിലാക്കിയ കേന്ദ്രാവിഷ്കൃത പദ്ധതിയാണ് സർവ്വശിക്ഷാ അഭിയാൻ SSI. ഇതൊരു PYQ കൂടിയാണ്. 1 മുതൽ 8 വരെയുള്ള ക്ലാസ്സുകളിലെ പഠന സൗകര്യങ്ങളും പഠന നിലവാരവും ഉയർത്തുന്നതിന് വേണ്ടി ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും 2002 മുതൽ 2017 വരെയാണ് സർവ്വശിക്ഷാ അഭിയാൻ നടപ്പിലാക്കിയത്. 2002 മുതൽ 2017 വരെ 1 മുതൽ 8 ക്ലാസ്സുകളിൽ വരെയുള്ള കുട്ടികളുടെ പഠന സൗകര്യവും പഠന നിലവാരവും ഉയർത്തുന്നതിന് വേണ്ടിയിട്ട് വന്നതാണ് പദ്ധതിയാണ് സർവ്വശിക്ഷാ അഭിയാൻ SSI. എല്ലാ വിദ്യാർത്ഥികൾക്കും ഡിജിറ്റൽ പഠന സൗകര്യങ്ങൾ ഉറപ്പുവരുത്തുന്നതിനായി കേരള സംസ്ഥാന സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് വിദ്യാകിരണം. അപ്പോൾ എല്ലാ വിദ്യാർത്ഥികൾക്കും ഡിജിറ്റൽ പഠന സൗകര്യങ്ങൾ ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയിട്ട് കേരള സംസ്ഥാന സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് വിദ്യാകിരണം. അപ്പോൾ നമ്മൾ വിദ്യാഭ്യാസ പ്രൊജക്റ്റുകളുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് ഫാക്റ്റുകളാണ് ഡിസ്കസ് ചെയ്തത്. ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കൂടുതൽ ചോദ്യങ്ങളുമായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. എല്ലാവർക്കും താങ്ക് യു.